അടിമാലിയിലെ സർക്കാർ ഓഫീസുകൾക്കായി പ്രത്യേക സമുച്ചയം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും നടപ്പായില്ല. സർക്കാർ ഓഫീസുകൾ പലതും വാടക കെട്ടിടങ്ങളിൽ ഉൾപ്പെടെ പലയിടങ്ങളിലായി പ്രവർത്തിക്കുകയാണ്. പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും ഓഫീസ് സമുച്ചയം നിർമ്മിക്കാൻ അധികൃതർ ഇടപെടണമെന്നും ആവശ്യമുയരുകയാണ്. അടിമാലി കേന്ദ്രീകരിച്ചുള്ള സർക്കാർ ഓഫീസുകൾ പലതും ടൗണിന്റെ വിവിധ ഭാഗങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ഇവയിൽ പലതും സ്വന്തമായി കെട്ടിടങ്ങളില്ലാതെ വൻ തുക നൽകി കാലങ്ങളായി വാടക നൽകിയാണ് പ്രവർത്തിക്കുന്നത്. ഓഫീസുകൾക്കായി പ്രത്യേക കെട്ടിട സമുച്ചയം നിർമ്മിക്കുമെന്ന് റവന്യൂ അധികൃതരും മുൻപ് ജനപ്രതിനിധികളുമൊക്കെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇതു സംബന്ധിച്ച് സ്ഥലമെടുപ്പിനുള്ള കൂടിയാലോചനകളും നടന്നിരുന്നു. എന്നാൽ പിന്നീട് നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. എക്സൈസ് റേഞ്ച് ഓഫീസ്, നർക്കോട്ടിക് ഓഫീസ്, മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് തുടങ്ങി പല സ്ഥാപനങ്ങളും ടൗണിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ഉള്ളത്. അടിമാലിയിൽ ഒരു സിവിൽ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം വളരെ കാലങ്ങളുടെ ആവശ്യമാണ്. നമുക്കറിയാം, അടിമാലി മേഖലയിലെ സർക്കാർ സ്ഥാപനങ്ങൾ അവിടെ ഇവിടെയും ചിഹ്നിച്ചത്, കാമക്കോപ്പടിയിലും അടിമാലി ടൗണിലും അവിടെ ഇവിടെയും ചിഹ്നിച്ചതയാണ് ഈ ഓഫീസുകളുള്ളത്. ഈ ഓഫീസുകളെല്ലാം ഭാരിച്ച വാടകകൾ നൽകിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് കാരണം അടിമാലിയിൽ പല ഭരണാധികാരികളും പലപ്പോഴും ഇപ്പോൾ ഒരു നാളെ വരും എന്ന് പറയുന്ന സിവിൽ സ്റ്റേഷൻ അടിമാലിയിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ സർക്കാർ ഓഫീസിൽ ആദിവാസി കുടി ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്ന് വരുന്നവർക്ക് ഒരു കുടക്കീഴിൽ തന്നെ സർക്കാർ ഓഫീസുകളുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമായിരിക്കും. സിവിൽ സ്റ്റേഷൻ എന്നുള്ള യാഥാർത്ഥ്യമാകാനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ്. പട്ടികവർഗ സങ്കേതങ്ങളിൽ നിന്നുൾപ്പെടെ വിദൂര മേഖലകളിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്കായി നിരവധി ആളുകളാണ് ഓരോ ദിവസവും ടൗണിലേക്ക് എത്തുന്നത്. സ്വന്തമായി വാഹനമില്ലാത്ത സാധാരണക്കാർക്ക് ഒരു ഓഫീസിൽ നിന്നും മറ്റൊരിടത്തേക്ക് പോകാൻ ഓട്ടോറിക്ഷകളെ ആശ്രയിക്കണം. ഇത്തരം ഭാരിച്ച ചെലവുകൾക്ക് പണമില്ലാതെ പല നിർധന കുടുംബങ്ങളും പ്രതിസന്ധി നേരിടുന്നുണ്ട്. അടിമാലിയിൽ റവന്യൂ ടവർ, മിനി സിവിൽ സ്റ്റേഷൻ എന്നിങ്ങനെ പല പ്രഖ്യാപനങ്ങളും മുൻപുണ്ടായി. അധികൃതരുടെ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാവാത്തതിനാലാണ് പദ്ധതികൾ മുടങ്ങിയത്. ജനങ്ങളുടെ അഭ്യർത്ഥന പരിഗണിച്ച് അടിമാലിയിൽ സർക്കാർ ഓഫീസുകൾക്കായി പ്രത്യേക കെട്ടിട സമുച്ചയം നിർമ്മിക്കാൻ ജനപ്രതിനിധികളുടെ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 അടിമാലി.